ഷെഡ്യൂളിൽ ചില മാറ്റങ്ങൾ വരുത്തിയ വിവരം എല്ലാവരും ഇതിനോടകം അറിഞ്ഞിരിക്കുമല്ലോ. മാറ്റം വരുത്തിയ ഫ്ലൈറ്റുകളെ കുറിച്ചും ദിവസത്തെക്കുറിച്ചും പലരിലും സംശയങ്ങൾ നിലനിൽക്കുന്നുമുണ്ട്. ബഹ്റൈനിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ആഴ്ചയിൽ 2 വിമാനങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാർച്ച് 5 മുതൽ 15 വരെ ഉണ്ടായിരിക്കില്ല എന്നതാണ് പുതിയ സർക്കുലർ പ്രകാരം വ്യക്തമാക്കുന്നത്. മാർച്ച് 15 ശേഷം ആ സർവീസുകൾ തുടരുകയും ചെയ്യും. ആ സമയത്തേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് എയർപോർട്ട് മാറ്റാനോ യാത്രാ സമയം മാറ്റാനോ റീഫണ്ടോ അനുവദിക്കും. ബഹ്റൈൻ ഡൽഹി റൂട്ടിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ആഴ്ചയിൽ 7 സർവീസുകളാണ് നടത്തുന്നത്. പുതിയ തീരുമാനപ്രകാരം മാർച്ച് 30 മുതൽ ഒക്ടോബർ 20 വരെ ഞായർ തിങ്കൾ ദിവസങ്ങളിലെ യാത്ര റദ്ദ് ചെയ്ത് ബാക്കി 5 ദിവസങ്ങളിലായിരിക്കും ഇനി സർവീസ് നടത്തുക. ഡൽഹിയിലെ സ്ലോട്ട് പ്രശ്നം എന്നാണ് അധികൃതർ കാരണമായി അറിയിച്ചത്. എന്നിരുന്നാലും ബാക്കി 5 ദിവസങ്ങളിലെ സർവീസ് തുടരുന്നത് ആശ്വാസമാണ്. കൊച്ചിയിലേക്കുണ്ടായിരുന്ന 6 സർവീസുകളിൽ ചൊവ്വ ബുധൻ ദിവസങ്ങളിലെ യാത്ര റദ്ദാക്കി ആഴ്ചയിൽ 4 എന്ന നിലയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് വരെ ഈ അവസ്ഥയിലായിരിക്കും കൊച്ചിയിലേക്ക് സർവീസ് നടത്തുക. ഞായറാഴ്ചയും കൊച്ചിയിലേക്ക് സർവീസ് ഉണ്ടായിരിക്കില്ല. കോഴിക്കോട്ടേക്ക് നിലവിൽ 4 സർവീസുകളാണ് നടത്തുന്നത്. സമ്മർ ഷെഡ്യൂളിൽ അത് 2 സർവീസുകൾ അധികരിപ്പിച്ച് 6 ആക്കി മാറ്റിയിട്ടുണ്ട്. സർവീസ് ഇല്ലാത്ത ദിവസമായി വ്യാഴാഴ്ച മാത്രമാണ് കോഴിക്കോട്ടുള്ളത്. ഈ മാർച്ച് അവസാനത്തോടെ ഗൾഫ് എയർ കോഴിക്കോട്ടേക്കുള്ള സർവീസ് പൂർണ്ണമായും നിർത്തുന്ന സാഹചര്യം കൂടി പരിഗണിച്ചാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകളുടെ എണ്ണം കൂട്ടിയത്. സമ്മർ സീസണിൽ വിമാനങ്ങൾ പൂർണ്ണമായി റദ്ദ് ചെയ്തിട്ടില്ല. പകരം കുറഞ്ഞ എണ്ണം സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ചതാണെന്നാണ് ലഭിച്ച വിവരം. ഇത് ബഹ്റൈനിൽ നിന്നുള്ള ഫ്ലൈറ്റുകൾക്ക് മാത്രമല്ല, മറ്റു GCC രാജ്യങ്ങളിലെ ഷെഡ്യൂളുകളിലും മാറ്റം വരുത്തിയിട്ടുണ്ട്.